അറിയപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന ഒരാൾക്ക് സ്വന്തം പൗരത്വം തെളിയിക്കാൻ ഇത്രമാത്രം പ്രയാസപ്പെടേണ്ടി വരുന്നുവെങ്കിൽ വോട്ട് വെട്ടിമാറ്റപ്പെട്ട പാർശ്വവൽകൃതരായ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? കൊൽക്കത്തയിലെ ദ ടെലിഗ്രാഫ് പത്രത്തിൻ്റെ പത്രാധിപനായിരുന്ന ആർ രാജഗോപാലിൻ്റെ അനുഭവങ്ങൾ വെറുമൊരു അഡ്മിനിസ്ട്രേറ്റീവ് പിഴവല്ല കേട്ടോ, മറിച്ച് ഭരണകൂടത്തെ ചോദ്യം ചെയ്തവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. രാജഗോപാൽ നയിച്ച ദ ടെലിഗ്രാഫ് പത്രം കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളെയും നിശിതമായി വിമർശിച്ചിരുന്നു. കോവിഡ് മഹാമാരിയുടെ സമയത്ത് വലിയ രാഷ്ട്രീയ റാലികൾ നടത്തിയ BJP നേതാക്കളെ സൂപ്പർ സ്പ്രെഡർ എന്നാണ് ആ പത്രം വിളിച്ചത്. രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരത്തിന്മേലുള്ള കേന്ദ്ര സർക്കാർ കടന്നുകയറ്റങ്ങളെയും രാഷ്ട്രീയ ഇടപെടലുകളെയും വെയ്ത പപ്പറ്റെന്ന രൂക്ഷമായ തലക്കെട്ടെഴുതിയും അധികാരത്തിൻ്റെ ഇടനാഴികളിലെ അഴിമതികളെയും വീഴ്ചകളെയും അവർ തുറന്നുകാട്ടി. ഭരണകൂടത്തിനു നേരെ പത്രമുയർത്തിയ ആ വിമർശനങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇന്നു രാജഗോപാൽ നേരിടുന്ന ഈ നീതി നിഷേധമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? 2002 കൊൽക്കത്തയിലെ വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന ഒരൊറ്റ കാരണം പറഞ്ഞാണ് കേട്ടോ രാജഗോപാലിൻ്റെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തത്. ഗാന്ധിയനായ അച്ഛൻ പ്രൊഫസർ രാമദാസ് പതിറ്റാണ്ടുകളായി മുടങ്ങാതെ വോട്ടു ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരും 2002 ആ ലിസ്റ്റിൽ കാണാനില്ല. അപ്പീലുകൾ നൽകി, ട്രിബ്യൂണലുകളുടെ വാതിലുകൾ മുട്ടി, രേഖകൾ നിരത്തി, പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഇതിലും ഭയാനകരമായ കാര്യം നടന്നത് പാസ്പോർട്ട് പുതുക്കാൻ ചെന്നപ്പോഴാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ട് പോലീസ് ക്ലിയറൻസ് ലഭിക്കില്ലത്രേ. പോലീസ് സ്റ്റേഷൻ, സ്പെഷ്യൽ ബ്രാഞ്ച്, സെക്യൂരിറ്റി കൺട്രോൾ ഓർഗനൈസേഷൻ പന്തു തട്ടുന്നത് പോലെയാണ് രാജഗോപാലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പല കുറി നടത്തിച്ചത്. മകളുടെ വിവാഹത്തിന് പോലും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ ആ എഡിറ്റർക്കുണ്ടായി. പോലീസ് തറപ്പിച്ചു പറയുന്നത് വോട്ടർ പട്ടികയിൽ പേര് വന്ന ശേഷമല്ലാതെ പാസ്പോർട്ട് നൽകാനാവില്ലെന്നാണ്. ഇതൊരു പത്രാധിപരുടെ മാത്രം കഥയല്ല കേട്ടോ, ആധുനിക ഇന്ത്യയിലെ പലരുടെയും അവസ്ഥ കൂടിയാണ്. എന്താണ് സത്യത്തിൽ ഇവിടെയെല്ലാം സംഭവിക്കുന്നത്? 2014 മുൻപ് പോളിസി പാരാലിസിസ് എന്ന് വിളിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് നമ്മൾ കാണുന്നത് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന പോളിസി മ്യൂട്ടേഷനാണ്. SIR എന്ന പ്രക്രിയയിലൂടെ 6 കോടിയോളം വോട്ടർമാരെയാണ് രാജ്യത്താകെ വോട്ടർ പട്ടികയിൽ നിന്നും അവർ നീക്കം ചെയ്തത്. മുന്നറിയിപ്പില്ല, കാരണം പറയുന്നില്ല. ജനാധിപത്യത്തിൻ്റെ കാവലാളാവേണ്ടവർ തന്നെ പൗരൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോൾ ആരുടെ താല്പര്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്? രാജഗോപാൽ ഇന്നു നേരിടുന്നത് ഒരു വ്യക്തിപരമായ ദുരിതം മാത്രമല്ല, അധികാരത്തെ ചോദ്യം ചെയ്യുന്നവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക കൂടിയാണ്. രാജ്യത്തിൻ്റെ പടിക്ക് പുറത്തു നിർത്തിയവരോട് ഈ വ്യവസ്ഥയ്ക്ക് എന്തു മറുപടിയാണ് പറയാനുള്ളത്? ഇനിയും എത്ര പേർ ഈ പന്തു തട്ടിക്കളിക്ക് ഇരയാക്കപ്പെടും? മുമ്പ് പറഞ്ഞതുപോലെ ഇത് രാജഗോപാലിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ, നമ്മളിൽ പലരുടെയും നാളത്തെ അവസ്ഥ കൂടിയാണിത്.